വിമുക്ത ഭടന്മാരുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് കേന്ദ്രമന്ത്രിയും എൻഡിഎയുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ ജെറി പ്രേംരാജിനായി സ്മാരകം സ്ഥാപിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ ഉറപ്പ്. ഐവറി കോസ്റ്റിൽ അറസ്റ്റിലായ ആൽബിൻ ജോസിന്റെ മോചനത്തിനായി വിദേശ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകി. ഭാരതത്തെ അമ്മയായി കാണുന്ന വിമുക്ത ഭടന്മാരുടെ പ്രശ്നങ്ങളിൽ മുന്നിൽ നിന്ന് പൊരുതുമെന്ന ഉറപ്പാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിനുള്ളത്. ഒപ്പം കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ ജെറി പ്രേംരാജിനായി സ്മാരകമെന്ന നാടിന്റെയും കുടുംബത്തിന്റെയും ആഗ്രഹം ഉടൻ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിമുക്ത ഭടന്മാരുടെ കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ചടങ്ങിൽ മേജർ രവി, കേണൽ ഡെന്നി, കാർഗിലിൽ വീരമൃത്യു വരിച്ച ജെറി പ്രേംരാജിന്റെ അമ്മ ചെല്ലത്തായി എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ഐവറി കോസ്റ്റിൽ അറസ്റ്റിലായ ആൽവിൻ ജോസിന്റെ മോചനത്തിനായി അദ്ദേഹത്തിന്റെ ഭാര്യ ലത രാജീവ് ചന്ദ്രശേഖറിന് നിവേദനം നൽകി. മോചനത്തിന് വിദേശ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് നെയ്യാറ്റിൻകര താലൂക്ക് സ്ഥാനീയ സമിതി അംഗങ്ങളും ചടങ്ങിന്റെ ഭാഗമായി. ചടങ്ങിൽ മുൻ സൈനികൻ ജയപ്രകാശ് വരച്ച എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ രേഖാചിത്രവും കൈമാറി. ജനം, തിരുവനന്തപുരം.